വായിച്ചു കേട്ട വേദഭാഗത്തിൽ നിന്നും ഒരു വാക്യം മാത്രം ആവർത്തിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. എലീശ അവളോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? വാട്ട് ഡു യു ഹാവ് ഇൻ ദ ഹൗസ്? പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനമല്ലേ ഇപ്പോഴും ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതകൾക്ക് പ്രകാശവുമാകുന്നുവല്ലോ. ഏറെ ദാഹത്തോടും പ്രാർത്ഥനയോടും ഒരുക്കത്തോടും നിന്റെ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളുടെ ജീവിതങ്ങളോട്, ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളോട്, നീ ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തോട് തിരിച്ചറിവുള്ളവരായി മടങ്ങുവാൻ ഇന്ന് രാത്രികാലം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായിരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി, റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനി, അഭിവന്യ കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി, ഭദ്രാസനത്തിൻ്റെ ഔദ്യോഗിക ചുമതലക്കാർ സെക്രട്ടറി തോമസ് കോശിയച്ചൻ, ട്രഷറർ ശ്രീ അനു ഫിലിപ്പ്, സഭാ കൗൺസിൽ അംഗങ്ങളെ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, സുവിശേഷകരെ, ഗായക സംഘ അംഗങ്ങളെ, കർത്താവിൽ പ്രിയ ദൈവജനമേ, വിശേഷാൽ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ 27ാമത് വാർഷിക കൺവെൻഷനിൽ അതിൻ്റെ പ്രാരംഭ രാത്രി യോഗത്തിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ, ദൈവവചനം പ്രഘോഷിക്കുവാൻ വലിയവനായ ദൈവം എനിക്ക് ചെയ്ത ഉപകാരത്തെ ഓർത്ത്, ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനിയോടും സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനിയോടും ഇതിൻ്റെ സംഘാടക സമിതിയോടും വിശേഷാൽ തോമസ് കോശിയച്ചനോടും എൻ്റെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. വളരെ ക്രമീകൃതമായി പ്രാർത്ഥനയോടെ ആരംഭിച്ചിരിക്കുന്ന ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ മംഗളങ്ങളും ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ വരും ദിവസങ്ങളിൽ ഈ കൺവെൻഷൻ്റെ മേൽ, അതിൻ്റെ സംഘാടകരുടെ മേൽ, ദൈവവചനം പ്രഘോഷിക്കുന്നവരുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദീർഘമായിട്ടുള്ള ആമുഖ വാക്കുകൾ കൂടാതെ തന്നെ ഇന്ന് വായിച്ചതായിട്ടുള്ള ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. പഴയ നിയമ പാരമ്പര്യത്തിൽ ആദ്യകാല പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായിരുന്ന ഏലിയാവിൻ്റെ പിന്തുടർച്ചക്കാരനായി ദൈവം നിയോഗിച്ച് ആക്കുന്ന എലീശായുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേദഭാഗമാണ് ഇന്ന് ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ ഒരു പരിസമാപ്തി രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഏലിയാവിന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് എലീശ. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നാം പഠിക്കുന്ന അവസരത്തിൽ ആബേൽ മെഹോലിൽ നിന്നുള്ള സാഫാത്തിൻ്റെ മകനായ ഏലീശയെ നിയോഗിക്കണമെന്ന് ഏലിയാവിന് അരുളപ്പാട് കൊടുക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവമാണ്. ഈ നിയോഗ ശുശ്രൂഷ ദൈവം ഭരമേൽപ്പിക്കുന്നതും ഏലിയാവിനെ തന്നെയാണ്. എപ്രകാരമായിരിക്കണം ഈ നിയോഗമെന്നുള്ളതിൻ്റെ വിവരണം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഒരു കാർഷിക പാരമ്പര്യത്തിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്നും ദൈവം വിളിച്ച് വേർതിരിക്കുന്നതായിട്ടുള്ള എലീശ പ്രവാചകൻ, ഈ പ്രവാചകൻ്റെ നിയോഗ ശുശ്രൂഷ നിർവഹിക്കുന്നതും ഒരു വയലേലയിൽ വെച്ചാണ്. 12 ഏർക്കാളയുമായി നിലം ഉഴുതുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഏലിയാവ് തൻ്റെ പുതപ്പ് എലീശയുടെ മേലിട്ട് ഇരട്ടി അനുഗ്രഹം നൽകി ഈ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ദാസനെ നിയോഗിച്ചാക്കുന്നത് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏലിയാവിൽ പ്രവർത്തിച്ചതായിട്ടുള്ള അതേ ആത്മാവ്, അതേ ആത്മാവിൻ്റെ ശക്തിയോടും പ്രാഗൽഭ്യത്തോടും അതിൻ്റെ ഇരട്ടി പങ്കോടും കൂടി ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവം ഇസ്രായേൽ ജനതയുടെ മേൽ നിയോഗിച്ചാക്കുന്ന എലീശ പ്രവാചകനെ കാണുവാനായിട്ട് സാധിക്കും. എലീശയ്ക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഈ നിയോഗത്തിൻ്റെ മുൻപിൽ വളരെ സമർപ്പണത്തോടുകൂടി ആ വിവരണം വായിക്കുന്ന അവസരത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കാളയുടെ മരക്കോപ്പ് ഉപയോഗിച്ച് മാംസം പാകം ചെയ്ത് തൻ്റെ ജനത്തിന് നൽകിയതിന് ശേഷം പഴയ രീതിയോടും പഴയ ജീവിതശൈലിയോടും തൻ്റെ തൊഴിലിനോടും വിട പറഞ്ഞ് പൂർണ്ണ സമർപ്പണത്തോടെ പുത്തൻ നിയോഗത്തിലേക്ക് പ്രവേശിക്കുന്ന എലീശായാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വിവരണം വായിക്കുന്ന അവസരത്തിൽ എലീശായെ അടയാളപ്പെടുത്തുവാൻ 3 വാക്കുകൾ ഉദ്ധരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഹി വാസ് എ മാൻ ഓഫ് ഹ്യൂമിലിറ്റി, ഹി വാസ് എ മാൻ ഓഫ് കമ്പാഷൻ ആൻഡ് ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ്. വളരെയേറെ താഴ്മയുടെയും കരുണയുടെയും ദൈവവിശ്വസ്തതയുടെയും ഉടമയായിരുന്നു എലീശ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ ഏലിയാവ് സ്വർഗത്തേക്ക് എടുക്കപ്പെടുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. 2 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ എലീശയുടെ ചരിത്രത്തിൻ്റെ വിവരണങ്ങളാണ്. എലീശ ചരിത്രത്തെ ഈ 2 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ 2ആയിട്ട് തിരിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, എലീശയുടെ അത്ഭുത പ്രവൃത്തികൾ. മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ഇടപെടൽ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വിസ്മയമായി വിരിയിക്കുന്ന എലീശായെ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നാം വായിച്ചതായിട്ടുള്ള വേദഭാഗം അത്തരത്തിലുള്ള ഒരു വിവരണമാണ്. അവിടെ അവസാനിക്കുന്നില്ല. പിന്നീടുള്ള വിവരണങ്ങളിൽ ശൂനേംകാരിയുടെ മകൾക്ക് ജീവൻ നൽകുന്നതായിട്ടുള്ള പ്രവർത്തനം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആരാം രാജാവിൻ്റെ സേനാപതിയായിരുന്ന നയമാൻ്റെ ജീവിതത്തിൽ അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്ന അവസരത്തിൽ സൗഖ്യം നൽകുന്നതായിട്ടുള്ള ശുശ്രൂഷ നിർവഹിക്കുന്നത് ഈ എലീശായുടെ പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ എലീശായുടെ അത്ഭുത പ്രവൃത്തികളുടെ വിവരണം ഈ 2 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ നിഴലിച്ച് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാറ്റഗറി, ചരിത്ര സംഭവങ്ങളിൽ ഈ എലീശായുടെ പങ്ക് എപ്രകാരമായിരുന്നു എന്നുള്ളതും ഈ വിവരണങ്ങളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആരാം സൈന്യവുമായിട്ടുള്ള എൻകൗണ്ടറും ദൈവത്തിൻ്റെ നിയോഗത്തിന് അനുസരിച്ച് ഇസ്രായേലിന് രാജപാലനം ചെയ്യുവാൻ രാജാക്കന്മാരെ നിയമിക്കുന്ന എലീശായെയും കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് വായിച്ച വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് പാഠഭാഗമായി വായിച്ചതും. അതിൻ്റെ 2-ാം വാക്യമാണ് കുറിവാക്യമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. ഒരു വിധവയുടെ വീട്ടിൽ ഈ എലീശായുടെ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ, വിധവയുടെ വീട്ടിൽ എണ്ണ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള സംഭവത്തിൻ്റെ വിവരണമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥലകാല നാമ വിശദീകരണങ്ങളൊന്നും തന്നെ ആ വേദഭാഗത്ത് ഈ വനിതയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ അവളെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ബഹുമുഖ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വനിതയായിട്ടാണ്. കേവലമായിട്ടുള്ള ദാരിദ്ര്യം മാത്രമല്ല, ഒട്ടനവധി പ്രശ്നങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരതയുണ്ട്, വരുമാന മാർഗങ്ങളില്ല, വരുമാന സ്രോതസ്സുകളെല്ലാം അടഞ്ഞു, സ്ഥിരതയുള്ള ജോലിയില്ല, വളരെയേറെ പ്രശ്നങ്ങൾക്ക് വിധേയമാകുന്ന, സാമൂഹ്യമായിട്ട് അവഗണന അനുഭവിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിലും വിധവ എന്നുള്ള നിലയിലും വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നു. കടക്കാരുടെ ഭീഷണി ഈ വനിതയുടെ ജീവിതത്തെ വല്ലാതെ അസഹ്യപ്പെടുത്തുന്നുണ്ട്.
സാമ്പത്തികമായിട്ടുള്ള ചൂഷണത്തിന് വിധേയമായിരിക്കുന്ന ഒരു വനിതയായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. സാമൂഹ്യ സുരക്ഷയുടെ അഭാവം ഈ വനിത അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ്. വൈകാരികമായ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഈ പ്രവാചകനോട് ഈ വനിത അറിയിക്കുന്നത് തലമുറയെക്കുറിച്ചുള്ള ഭാരമാണ്. ഫിയർ ഓഫ് ലൂസിങ് ജനറേഷൻ. അന്നത്തെ നിലവിലിരുന്ന വ്യവസ്ഥിതി അനുസരിച്ച് കടം കൊള്ളുന്നതായിട്ടുള്ള അവസരത്തിൽ അത് വീട്ടുവാൻ വകയില്ലാതെ വന്നാൽ മക്കളെ അടിമകളാക്കുവാനുള്ള ഒരു വ്യവസ്ഥിതി നിലനിന്നിരുന്ന സാഹചര്യത്തിലാണ് കടക്കാർ തൻ്റെ മക്കളെ അടിമകളാക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു ഭാരം, ഒരു വ്യഥ പ്രവാചകൻ്റെ അടുക്കൽ ഈ വനിത പങ്കിടുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. തന്നെയുമല്ല, ഇവൾ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ഒരു ആത്മീകമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഭർത്താവിനെക്കുറിച്ച് പറയുന്നു, പ്രവാചക ശിഷ്യനായിരുന്നു. തന്നെയുമല്ല, മറ്റൊരു വിശേഷണം കൂടി ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ ശിഷ്യനായിരുന്ന എൻ്റെ ഭർത്താവ് ഭക്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇവിടെയുള്ള പ്രതിസന്ധി ഭക്തൻ്റെ വീട്ടിലെ പ്രതിസന്ധിയാണ്. പലപ്പോഴും നമ്മൾ ഭക്തിയെ മനസ്സിലാക്കുന്നത് പ്രതിസന്ധികളെ അകറ്റി നിർത്തുവാനുള്ള ഒരു ഉപാധിയായിട്ട് മനസ്സിലാക്കുമെങ്കിൽ ഈ ഭവനത്തിലെ പ്രതിസന്ധി ഭക്തൻ്റെ വീട്ടിലെ കടഭാരവും സാമ്പത്തിക പ്രതിസന്ധിയും മക്കൾ പല രീതിയിൽ തലമുറ നഷ്ടത്തെക്കുറിച്ചുള്ള വേദനയുമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയരെ, ബഹുമുഖങ്ങളായിട്ടുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു വനിതയാണ് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. എലീശ പ്രവാചകന്റെ മുൻപിൽ തൻ്റെ പ്രതിസന്ധികൾ പങ്കുവെക്കുന്ന ഈ വനിതയോട് എലീശ ചോദിക്കുന്നതായിട്ടുള്ള 2 ചോദ്യങ്ങളാണ് ഇന്ന് കുറിവാക്യമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. ഈ ചോദ്യങ്ങൾ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? പ്രതിസന്ധികളുടെ മധ്യത്തിൽ പ്രവാചകൻ ഉന്നയിക്കുന്ന ചോദ്യമാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്നുള്ളതായ ചോദ്യം. പ്രിയരെ, വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അതിശയങ്ങളുടെ ആരംഭം ഈ ചോദ്യത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ അനേക ഇടങ്ങളിൽ ഇതേ ചോദ്യം ചോദിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബർത്തിമായി എരിഹോ പട്ടണത്തിലിരുന്ന് ഭിക്ഷയിരക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ യേശു കർത്താവും വലിയൊരു പുരുഷാരവും അതുവഴി കടന്നു പോകുമ്പോൾ പുരുഷാരത്തിൻ്റെ കാലൊച്ച കേൾക്കുന്ന ഈ കാഴ്ചയില്ലാത്ത മനുഷ്യൻ ഇപ്രകാരം ചോദിക്കുന്നു, ഇത് എന്ത് എന്ന് ചോദിക്കുന്നു. ജനസമൂഹം പറയുന്നു, നസ്രയനായ യേശു ഇതുവഴി കടന്നു പോകുന്നു. ഈ കണ്ണ് കാണുവാൻ വഹിയാത്തതായിട്ടുള്ള ഈ മനുഷ്യൻ വളരെ നിലവിളിക്കുകയാണ്. ഉച്ചത്തിൽ പറയുന്നു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അവിടെ നിൽക്കുന്നതായിട്ടുള്ള കർത്താവ് ബർത്തിമായിയുടെ നിലവിളിക്ക് മുമ്പിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? തിരുമേനി ഓർപ്പിച്ചു, മനസ്സുണ്ടോ എന്ന് ചോദിച്ച് അവരുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന യേശുവിനെക്കുറിച്ചുള്ള വിവരണം. അതുപോലെ തന്നെ മറ്റ് അനേക ഇടങ്ങളിൽ എലീശ പ്രവാചകൻ തന്നെ ഈ വിധവയോട് ചോദിക്കുന്ന ഈ ചോദ്യം ശൂന്യംകാരി സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്. മകൻ നഷ്ടപ്പെട്ടതായിട്ടുള്ള വനിതയോട് എലീശ ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എസ്തേറിനോട് അഹശ്വേരോശ് രാജാവ് ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പ്രിയരെ, നമ്മുടെ പരിസരങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വർദ്ധിക്കുമ്പോൾ നമുക്കൊരു ചോദ്യമുണ്ടാകണം. എനിക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? എൻ്റെ ഇടവകയ്ക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? എൻ്റെ കൂട്ടായ്മയ്ക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? സഭയ്ക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? ഈ ചോദ്യത്തിലാണ് ഇവിടെ അതിശയം ആരംഭിക്കുന്നത്. ഇന്ന് നിലവിളികളാൽ മുഖരിതമായ ഈ പരിസരങ്ങളിൽ പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പാപ്പരത്വം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇപ്പോൾ കേൾക്കുകയുണ്ടായി. ജീവിതത്തിൻ്റെ മഹത്വം അവരൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടുവാൻ, ചോദ്യങ്ങൾ ഉയർത്തുവാൻ, പരിഹാരം തേടുവാനുള്ള നമ്മുടെ സന്നദ്ധതയാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്ന സംഗതി. മാറ്റങ്ങൾ പരിസരങ്ങളിൽ ആരംഭിക്കുന്നത് അർത്ഥവത്തായിട്ടുള്ള അന്വേഷണങ്ങളിലും ആത്മാർത്ഥതയുള്ള ചില ചോദ്യങ്ങളിലുമാണ്. ഇന്ന് ചോദ്യങ്ങളില്ലാത്ത, അന്വേഷണങ്ങളില്ലാത്ത, സ്വകീയതയിൽ മാത്രം മുഴുകി നിൽക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നല്ല ചോദ്യങ്ങളിലേക്ക്, നല്ല ഉത്തരങ്ങളിലേക്ക്, അനുഗ്രഹകരമായിട്ടുള്ള ഇടപെടലിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കണം
ഈ കൺവെൻഷൻ എന്നുള്ളത് ഓർപ്പിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എലീശയെ പോലെ, യേശു കർത്താവിനെ പോലെ സഭയ്ക്ക് സാധിക്കണം പരിസരങ്ങളോട് ചോദിക്കുവാൻ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ചരിത്രവും ദൗത്യ വഴികളും നാം പഠിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള അനേക ചോദ്യങ്ങളാണ് അനുഗ്രഹകരമായിട്ടുള്ള പദ്ധതികൾക്ക് ഭദ്രാസന തലങ്ങളിലും സഭാതലത്തിലും കാരണമായി തീർന്നിട്ടുള്ളത്. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയോടൊപ്പം തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്ത നാളുകളിൽ ഞാൻ നേരിട്ട് അനുഭവിച്ചതായിട്ടുള്ള ഒരു സംഭവം ഇപ്രകാരമുണ്ട്. ആ കാലത്ത് ഏകദേശം 25 വർഷങ്ങൾക്കപ്പുറം മനോരമ ദിനപത്രത്തിൽ വന്നതായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. കിളിമാനൂരിലുള്ള ഒരു ഭവനത്തിൽ മാനസിക രോഗികളായിട്ടുള്ള 3 അംഗങ്ങൾ വ്യഥയനുഭവിച്ച് വളരെയേറെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നു. അതിൻ്റെ വിശദീകരണങ്ങളെല്ലാം വിവരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഭിവന്യ തിരുമേനിയുടെ ശ്രദ്ധയിൽ ഈ വാർത്ത വന്ന അവസരത്തിൽ അന്ന് പരുത്തിപ്പാറ ഇമ്മാനുവേൽ മാർത്തോമ ഇടവക വികാരിയായിരുന്ന ഇന്നത്തെ സഭയുടെ സീനിയർ വികാരി ജനറൽ ബഹുമാനപ്പെട്ട വന്യദീവശ്രീ മാത്യു ജോണച്ചൻ അച്ഛനെയും എന്നെയും കൂട്ടി ഈ വിവരം അന്വേഷിപ്പാനായിട്ട് തിരുമേനി അയച്ചു. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് തേടി കിളിമാനൂരുള്ള ഇവരുടെ ഭവനത്തിൽ ചെന്ന അവസരത്തിൽ വൃദ്ധയായ മാതാവ്, അവരുടെ മക്കൾ മാനസികമായിട്ടുള്ള വിഭ്രാന്തിയിൽ യാതൊരു കരുതലുമില്ലാതെ ജീവിക്കുന്നതായിട്ടുള്ള സാഹചര്യം ഇത് കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് കഴിക്കുവാനായിട്ട് വകയില്ല, ആഹാര പദാർത്ഥങ്ങൾക്ക് അഷ്ടിക്ക് അവർക്ക് സപ്പോർട്ട് നൽകുവാനായിട്ട് യാതൊരു സംവിധാനങ്ങളുമില്ല. ഞങ്ങൾ കണ്ടതായിട്ടുള്ള കാഴ്ച, അവിടെയുള്ള മൂത്ത മകൻ ഏകദേശം അന്ന് 10-30 വയസ്സിന് പ്രായം കാണും. അവൻ മണ്ണ് വാരി തിന്നുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഇത് കണ്ട് വിവരം ഉടനെ തന്നെ അഭിവന്യ തിരുമേനിയെ അറിയിച്ച അവസരത്തിൽ വാട്ട് ക്യാൻ വി ഡു ഫോർ ദം, അവർക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി, വർഷങ്ങളായി മാനസിക രോഗ പ്രയാസം അനുഭവിക്കുന്നവരുടെ മധ്യത്തിൽ ഒരു പ്രവർത്തനം ആരംഭിക്കാനായിട്ട് അന്ന് സാധിച്ചത്. പേയാടുള്ള മാനസിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഒരു ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ ഒരു തുടക്കം ഈ ഒരു സംഭവത്തിൽ നിന്നാണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എത്രയെത്ര പദ്ധതികൾ വീടില്ലാത്തവർക്ക്, ഭവനമില്ലാത്തവർക്ക്, മക്കളെ പഠിപ്പിക്കുവാൻ സാധ്യതയില്ലാത്തവർക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഉയർകൊണ്ടതായിട്ടുള്ള അനവധി പ്രസ്ഥാനങ്ങൾ. റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൽ ഈ വചന ശുശ്രൂഷ നിർവഹിക്കുന്ന അവസരത്തിൽ മാനസിക വെല്ലുവിളിയുള്ളവർക്ക് വേണ്ടി ആരംഭിച്ച 2000 ആണ്ടിൽ ആരംഭിച്ചതായിട്ടുള്ള ഹാഫ് വേ ഹോമിനെ കുറിച്ചുള്ള ചരിത്രവും ഇത്തരത്തിലുള്ള ചരിത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഭിവന്യ യുയാക്കി മാർക്കൂറിലോ സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി ഇവിടെ ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള നാളുകളിൽ തിരുവനന്തപുരം മാനസിക രോഗ ആശുപത്രിയിൽ നിന്ന് ചികിത്സ നേടി സുഖം പ്രാപിച്ചതായിട്ടുള്ള ആളുകളെ ഭവനത്തിലേക്ക് സ്വീകരിപ്പാൻ ബന്ധുമിത്രാദികൾ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ചോദ്യത്തിന് അന്ന് കണ്ടെത്തിയ ഉത്തരമാണ് 5 കുഴി പ്രത്യാശാഭവൻ മാർ ക്രിസോസ്റ്റം ജന്മാശീതി ഹാഫ് വേ ഹോം എന്ന് പറയുന്നത്. ഇന്ന് അടുത്ത സമയത്ത് അതിൻ്റെ റിപ്പോർട്ട് വായിച്ച അവസരത്തിൽ ഇപ്പോൾ 25 വർഷം പിന്നിടുന്നതായിട്ടുള്ള ഈ സ്ഥാപനത്തിൽ ഇതുവരെ 800-ലധികം ആളുകൾക്ക് ശുശ്രൂഷ നൽകുവാനായിട്ട് സാധിച്ചു. ഇപ്പോൾ 47 പേർ ഇവിടെ ചികിത്സയിലായിരിക്കുന്നു. അവർക്കാവശ്യമായിരിക്കുന്ന എല്ലാ ക്ഷേമ പദ്ധതികളും നൽകുവാനായിട്ട് ഇതിലൂടെ ഇടയാകുന്നുണ്ട്. തന്നെയുമല്ല, ഭവനങ്ങളിൽ പോയി ഇത്തരത്തിലുള്ള ആളുകൾക്ക് ശുശ്രൂഷ നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള അന്വേഷണമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന സംഗതി. ഇവിടെ സ്വാഗത പ്രസംഗം ഒക്കെ പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ കനവിനെക്കുറിച്ച് ഓർപ്പിക്കുകയുണ്ടായി. അഭിവന്യ ബർണബാസ് തിരുമേനിയുടെ ആഭിമുഖ്യത്തിൽ ആദിവാസി മേഖലയിൽ സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്തവർക്ക് പാർപ്പിട പദ്ധതി ഒരുക്കുന്നതായിട്ടുള്ള കനവിനെക്കുറിച്ച് കേൾക്കുവാൻ സാധിച്ചു. പ്രിയരെ, എന്തിനാ കൺവെൻഷൻ? സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ടെന്നുള്ള തിരിച്ചറിവും സംഗതമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ചോദ്യങ്ങളും പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങളും അന്വേഷിക്കുന്നതിന് ഈ കൺവെൻഷൻ നമ്മെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. മാറി വരുന്ന പുത്തൻ സാഹചര്യങ്ങളിൽ നൂതന ചോദ്യങ്ങൾ ചോദിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് സഭയും ഭദ്രാസനവും
റെലവൻ്റ് ആയിട്ട് തീരുന്നതെന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത സംഗതിയാണ്. തിരുമേനി അധ്യക്ഷ പ്രസംഗത്തിൽ ഓർപ്പിച്ചു, കണ്ണു തുറക്കുവാൻ സാധിക്കണം വചന കേൾവിയിലൂടെ. പരിസരങ്ങളെ കാണുവാൻ, മനുഷ്യനെ കാണുവാൻ, അവൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിയുവാൻ അതാവശ്യമായിരിക്കുന്ന സംഗതിയാണ്. പ്രത്യേകിച്ച് ഒരു മലയോര മേഖലയിൽ നിലനിൽക്കുന്ന ഭദ്രാസനം എന്നുള്ള നിലയിൽ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിന് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ജനങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുവാൻ സാധിക്കണം. കടഭാരം മൂലം കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ, കുടുംബ തകർച്ചയും വിവാഹമോചനവും വർദ്ധിക്കുമ്പോൾ, ആൾക്കൂട്ട വിചാരണയിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുമ്പോൾ, അക്രമവും ചൂഷണവും നമ്മുടെ ചുറ്റുപാടുകളിൽ വർദ്ധിക്കുമ്പോൾ, വയോജനങ്ങളുടെ എണ്ണം കൂടുകയും മാതാപിതാക്കൾ ഒറ്റപ്പെടുകയും ചെയ്യുമ്പോൾ, യുവജനങ്ങൾ നാടുവിടുമ്പോൾ, കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ, ഇളം തലമുറയിൽ വിശ്വാസ വ്യതിക്രമം സംഭവിക്കുകയും ആത്മീയ അടിത്തറ ഇല്ലാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സഭയ്ക്ക് ചോദിക്കുവാൻ സാധിക്കണം, എനിക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? സഭയ്ക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? പ്രിയരെ, ആ ചോദ്യത്തിലേക്ക് ഉയരുന്ന ഒരാത്മീക പ്രബുദ്ധതയും തീഷ്ണതയും ഈ കൺവെൻഷനിലൂടെ കൈവരിപ്പാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിസന്ധിക്ക് ഉത്തരം കണ്ടെത്തുന്നതായിട്ടുള്ള ഈ എലീശായുടെ 5 അതിശയ വഴികളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയല്ല. ഈ വിധവയുടെ ജീവിതത്തിൽ അവൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്ക് ഒരു ഉത്തരം കണ്ടെത്തക്ക രീതിയിൽ 5 അതിശയ വഴികളിലേക്ക് ഈ വനിതയെ, ഈ സ്ത്രീയെ ഈ പ്രവാചകൻ നയിക്കുകയാണ്. ഈ ചോദ്യത്തോടനുബന്ധിച്ച് ഈ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ആട്ടെ, നിന്റെ വീട്ടിൽ എന്തുള്ളൂ? പ്രവാചകന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് മുൻപിൽ ഈ വനിത നൽകുന്നതായിട്ടുള്ള ഉത്തരം, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ ഒന്നുമില്ല. അല്പത്തിൽ നിന്നുള്ള അതിശയമാണ് ഒന്നാമത് ഈ വേദഭാഗം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. നത്തിങ് ഇൻ ദ ഹൗസ് എക്സെപ്റ്റ് എ ജാർ ഓഫ് ഓയിൽ. അതിശയം സംഭവിക്കുന്നത് പ്രവാചകന്റെ വിസ്മയ വീര്യത്തിലല്ല, വിധവയുടെ വീട്ടിൽ നിന്നാണ്. ചോദ്യം വളരെ സിമ്പിളാണ്, വളരെ പ്രസക്തമാണ്. നിന്റെ കയ്യിൽ എന്തുണ്ട്? നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഈ ഒരു ഭരണി എന്നുള്ളതിന് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള പദത്തിൻ്റെ ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ ടൈനി ഫ്ലാസ്ക് എന്നുള്ളതാണ്. എണ്ണ പകരാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ചെറിയ ഫ്ലാസ്ക്, ഒരു ചെറു പാത്രമാണ്. സംഭരണശാലയിലെ വലിയ കൽഭരണിയല്ല, കാര്യമാത്ര പ്രസക്തമല്ലാത്ത ഒരു ചെറിയ ജാറാണ് ഈ വനിതയുടെ വീട്ടിലുള്ള ഈ വിഭവം ശേഖരിച്ചിരിക്കുന്നതായിട്ടുള്ള ഇടം. പ്രിയരെ, ഏറ്റവും ചെറുതായി, ഒരു പക്ഷേ നിസ്സാരമെന്ന് ലോകം കരുതാവുന്ന ഈ ചെറിയ വിഭവത്തിൽ നിന്നാണ് വിസ്മയത്തിനുള്ള സാധ്യതയിലേക്ക് ഈ സംഭവത്തെ നയിക്കുന്നത്. ഇപ്രകാരം പറയാറുണ്ടല്ലോ, അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ദൈവം ചെറുതിൻ്റെ ദൈവമാണ്, ചെറുതിൽ സാധ്യത വിരിയിക്കുന്ന ഒരു ദൈവമാണ്, ചെറിയ കാര്യങ്ങളിൽ സൗന്ദര്യം കണ്ടെത്തുന്ന ഒരു ദൈവമാണ്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ ഷുമാക്കറിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ്. ഇന്ന് പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഈ വേദഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നത്, നിന്റെ സാധ്യതയെ തിരിച്ചറിയണം. വാട്ട് ഡു യു ഹാവ് ഇൻ യുവർ ഹാൻഡ്? നിന്റെ കയ്യിൽ എന്തുണ്ട്? നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഇന്ന് നമുക്ക് ഇല്ലാത്തതിൻ്റെ ലിസ്റ്റാണ് കയ്യിൽ. പലപ്പോഴും പറയും, ഫണ്ടില്ല, ആളില്ല, ഇടവകയിൽ കുടുംബങ്ങളില്ല, ആൾക്കാർ അധികവും നാട്ടിലില്ല, അവധിയില്ലച്ചോ ആരോഗ്യമില്ല, വിളയില്ല, റബ്ബറിന് വിലയില്ല, പിള്ളേർക്ക് ജോലിയില്ല, മക്കളുടെ കല്യാണം നടന്നില്ല. ലിസ്റ്റിനെയും നമുക്ക് ദീർഘിപ്പിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് ചോദിക്കുന്നത് നിനക്ക് എന്തില്ല എന്നല്ല, വിഭവങ്ങൾ ചെറുതെങ്കിലും കാര്യമാത്ര പ്രസക്തമല്ലെന്ന് നിന്റെ പരിസരം പറയുന്നെങ്കിലും നിന്റെ കയ്യിലുള്ളതിനെ തിരിച്ചറിയുകയാണ് നിന്റെ പ്രതിസന്ധിയിൽ ആവശ്യമായിരിക്കുന്ന ഏറ്റവും കരണീയമായിട്ടുള്ള സംഗതി. ഏറ്റവും ചെറുതിനെയും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന അവസരത്തിൽ
അതിനെ വിസ്മയമാക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ട്. പഴയ നിയമത്തിൽ മോശയുടെ കയ്യിലെ വടിയാണ് അത്ഭുതത്തിന് ദൈവം എടുത്തുപയോഗിച്ചതായിട്ടുള്ള ഒരു മീഡിയം. ചെങ്കടലിനെ വിഭജിക്കുന്ന അവസരത്തിൽ ഹോറേബിലും കാദേശിലും വെള്ളം പുറപ്പെടുവിക്കുവാൻ പാറമേൽ അടിക്കുന്നതിന് മോശയുടെ കയ്യിൽ ദൈവം കൊടുത്തത് ചെറുതെങ്കിലും നിസ്സാരമെന്ന് കരുതാമെങ്കിലും ഒരു വടിയിലൂടെ വിസ്മയം വിരിയിക്കുകയാണ്. ദാവീദിൻ്റെ കയ്യിലെ 5 കല്ലുകളെക്കുറിച്ച് നമുക്ക് വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മല്ലനായ ഗോലിയാത്തിൻ്റെ മുൻപിൽ പടക്കച്ചയുമായിട്ട് നിൽക്കുന്ന, എല്ലാ ആയുധങ്ങളും കരുതി നിൽക്കുന്നവൻ്റെ മുമ്പിൽ നിസ്സാരമായ 5 കല്ലിലൂടെ വിസ്മയം വിരിയിക്കുന്ന ദൈവത്തെ കാണുവാൻ സാധിക്കും. ശൂന്യമായ പടക്, നിരാശാജനകമായ സാഹചര്യത്തെ യേശു കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന അവസരത്തിൽ ആ പടകിനെ നിറയ്ക്കുന്ന ഒരു ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. 5000 പോഷിപ്പിപ്പാൻ തമ്പുരാൻ്റെ കരങ്ങളിൽ 5 അപ്പവും 2 മീനും പര്യാപ്തമായിരുന്നു. എന്ത് ഉണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ നിന്റെ വിഭവങ്ങളുടെ വലിപ്പമല്ല, മറിച്ച് അതിനെ തിരിച്ചറിയുവാനുള്ള ഒരു കഴിവും ദൈവത്തിൻ്റെ കരങ്ങളിൽ അത് വിസ്മയമാകുമെന്നുള്ള വലിയ ബോധ്യവും നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയരെ, ചെറുതിനെ നിസ്സാരവൽക്കരിക്കരുത്. പലപ്പോഴും ഭയം കൊണ്ടും നിരാശ കൊണ്ടും കയ്യിലുള്ള വിഭവത്തെ മറച്ചു വെക്കുകയും ഒളിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഉദാഹരണം പറയാം. യജമാനൻ താലന്തുകളെ വിഭജിക്കുന്ന അവസരത്തിൽ 5ഉം 2ഉം 1ഉം കൊടുത്ത് ദാസന്മാരെ അയക്കുകയാണ്. 5 കൊണ്ട് 5 നേടി, 2 കൊണ്ട് 2 നേടി. 1 താലന്ത് ലഭിച്ചവൻ യജമാനന്റെ മുമ്പിൽ പറയുന്നതായിട്ടുള്ള വാചകം ശ്രദ്ധേയമാണ്. യജമാനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞിട്ട്, അടുത്ത വാചകത്തിൽ പറയുന്നു, നീ തന്ന 1 താലന്ത് ഞാൻ മറച്ചു വെച്ചു, ഒളിച്ചു വെച്ചു എന്ന് പറയുകയാണ്. റോങ് നോഷൻസ്, തെറ്റായിട്ടുള്ള ധാരണകളും അസമയത്തുള്ള ചില കണക്കുകൂട്ടലുകളും നിന്റെ സാധ്യതകളെ മങ്ങിപ്പിക്കും എന്നുള്ളതിന് സംശയമില്ലാത്തതായിട്ടുള്ള സംഗതിയാണ്. വലിയ ആൾക്കൂട്ടമൊന്നും വേണ്ട പ്രിയരെ, അല്പം മതി. സമർപ്പണമുള്ള ഒരു കുടുംബമുണ്ടെങ്കിൽ, സമർപ്പണമുള്ള ഒരു പിടി ആളുകളുണ്ടെങ്കിൽ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരിടവകയുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ വിസ്മയം വിരിയിപ്പാൻ തമ്പുരാന് സാധിക്കുമെന്നുള്ളതിന് സംശയമില്ലാത്തതായിട്ടുള്ള സംഗതിയാണ്. ഒരു വർഗീസ് പാപ്പച്ചൻ, ഒരു പക്ഷേ നിങ്ങൾ യൂട്യൂബിലൂടെ അദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. എൻ്റെ അയൽക്കാരനാണ്. ഞക്കനാൽ ശാലേം മാർത്തോമ ഇടവകയിലെ അംഗമാണ്. പാപ്പച്ചൻ സാലി ദമ്പതികളുടെ 3 മക്കളിൽ 3ാമത്തവനാണ്. വീട്ടിലെല്ലാവരും ഇഷ്ടത്തോടെ ബിജു എന്ന് വിളിക്കും. അടിസ്ഥാന വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു ഡിപ്ലോമ ഒക്കെ പാസ്സായി ജോലി തേടി ദുബായിലെത്തുകയാണ്. ദൈവത്തിൻ്റെ കരുണയാൽ മറ്റുള്ളവരുടെ സഹായത്താൽ ഒരു ജോലിയൊക്കെ ലഭിച്ച് 10 വർഷം ദുബായിലൊരു കമ്പനിയിൽ ജോലി നോക്കി. വിവാഹം കഴിഞ്ഞു, കുഞ്ഞ് പിറന്നു. സന്തോഷത്തോടെ വിദേശ നാട്ടിൽ ജോലി ചെയ്ത് ജീവിച്ചു വരുന്നതായിട്ടുള്ള സാഹചര്യം. അദ്ദേഹത്തിൻ്റെ 10ാമത് വർഷം ജോലിയിൽ തുടരുമ്പോൾ കമ്പനിയിൽ നിന്ന് വിളിച്ച് അദ്ദേഹത്തോട് പറയുന്നു, നാളെ മുതൽ ജോലിയില്ല. ജീവിതം വളരെ പ്രയാസമായി. എങ്ങനെ മുന്നോട്ട് പോകും? ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. അവരെ പുലർത്തുവാനുള്ള വിഭവങ്ങളൊന്നും ഇനി കയ്യിലില്ല. ശമ്പളമില്ലാതെ കടം കയറി കുറേ നാളൊക്കെ ജീവിച്ചു. വിസയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞു. പ്രോപ്പർ വിസ ഇല്ലാതെ അവിടെ തന്നെ തുടരുകയാണ്. ചെറിയ ചെറിയ ജോലിയൊക്കെ ശ്രമിച്ചു. വാഹനത്തിൽ ടാക്സി സർവീസ് നടത്താനൊക്കെ പരിശ്രമിച്ചു. എന്നാൽ ഒന്നും സ്ഥായിയായിട്ടുള്ള ഒരു വരുമാന മാർഗത്തിന് സഹായകരമായില്ല. മറ്റുള്ളവർ നൽകിയതായിട്ടുള്ള സംഭാവന സ്വീകരിച്ച് ഭാര്യയെയും കുഞ്ഞിനെയും നാട്ടിലേക്ക് അയച്ചു. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, പ്രയാസ സാഹചര്യങ്ങളെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ വർണ്ണിച്ച് കേട്ടിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു ദിവസം മറ്റാരോ
പറഞ്ഞ് ആർക്കു വേണ്ടിയോ ഓർഡർ നൽകി ഒരു ബർഗർ കടയിൽ നിന്ന് ബർഗർ വാങ്ങിച്ച് ഇറങ്ങുന്ന അവസരത്തിൽ തൻ്റെ വാഹനത്തിന് സമീപേ പാർക്ക് ചെയ്തിരുന്നതായിട്ടുള്ള വാഹനത്തിൽ നിന്നും ഒരു അറബിയുടെ പണസഞ്ചി, പണപ്പൊതി ഇദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വീഴുകയാണ്. വളരെയേറെ വറുതിയിലാണ്, നിത്യവൃത്തിക്ക് വകയില്ലാതെ അരപ്പട്ടിണിയുമായിട്ട് കഴിയുന്നതായിട്ടുള്ള ഈ വർഗീസ് പാപ്പച്ചൻ അത് സ്തോത്രം പറഞ്ഞ് സ്വന്തമാക്കുകയാണ് സാധാരണ വിശ്വാസികൾ ചെയ്യുന്നത്. എന്നാൽ ഈ അറബിയുടെ വാഹനം നീങ്ങിയ വഴിയിൽ ഇന്ധനം റിസർവിലായ തൻ്റെ വാഹനം ഓടിച്ച് പുറകെ പോയി വഴിയിൽ വീണ പണപ്പൊതി ഈ അറബിയെ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ചതിന് ശേഷം ഈ അറബി തന്നെ ചോദിച്ചതായിട്ടുള്ള വാചകം വർഗീസ് പാപ്പച്ചനിൽ നിന്ന് ഞാൻ കേട്ടത്, നീ ദൈവമാണോ അതോ മനുഷ്യനാണോ? തനിക്ക് നഷ്ടപ്പെട്ടതായിട്ടുള്ള ഈ വലിയ പണപ്പൊതി തൻ്റെ കയ്യിൽ കിട്ടിയതായിട്ടുള്ള അവസരത്തിൽ അദ്ദേഹം ചോദിച്ചതായിട്ടുള്ള ചോദ്യമാണ്. പിന്നീടുള്ള സംഭാഷണങ്ങളൊക്കെ പുരോഗമിച്ചു. ഈ അറബി ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ആ നാട്ടിൽ. അടുത്ത ദിവസം തന്നെ ജോലിയില്ലാതെ വലഞ്ഞു നിന്നതായിട്ടുള്ള ഈ ബിജുവിന് തൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി ദുബായ് പോലീസിൽ, UAE പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലോ ആൻഡ് ഓർഡറിൽ അദ്ദേഹത്തിന് ജോലി നൽകുകയാണ്. ഇപ്പോൾ വളരെ അഭിമാനത്തോടെ അവിടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. ഞാനിത് പറഞ്ഞു വന്നത്, ഒരു മാസത്തിന് മുൻപ് ഈ വർഗീസ് പാപ്പച്ചൻ അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയെ വന്ന് കാണുകയുണ്ടായി. പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് പോകുന്ന അവസരത്തിൽ വർഗീസ് പാപ്പച്ചൻ തൻ്റെ ഈ ഗതകാല അനുഭവങ്ങൾ തിരുമേനിയോട് വിശദീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരു വാചകം, അത് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം മെത്രാപ്പൊലീത്തയോട് പറയുകയാണ്, തിരുമേനി, എനിക്കെൻ്റെ വീട്ടിൽ അധികം വിഭവങ്ങളൊന്നുമില്ലായിരുന്നു, മൂലധനമില്ലായിരുന്നു. എൻ്റെ അപ്പൻ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. അവധിക്ക് വരുമ്പോഴും ജോലിയിലായിരിക്കുമ്പോഴും അപ്പൻ ആത്മീയ കാര്യങ്ങളിൽ വളരെ നിഷ്ഠയുണ്ടായിരുന്നു. അവധിക്ക് നാട്ടിൽ വരുന്ന അവസരത്തിൽ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് തൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള പായ് പടുത തറയിൽ വിരിച്ചതിന് ശേഷം ഭാര്യയെയും ഈ മക്കളെയും ഉണർത്തി കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ഒരു പതിവ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ അപ്പൻ പാടുന്ന പാട്ടാണ് ഇന്നും എൻ്റെ കർണപുടങ്ങളിൽ മുഴങ്ങുന്നത്. വെളുപ്പിനെ 5 മണിക്ക് അപ്പൻ പാടുകയാണ്, കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനെ എന്നെ വിടല്ലേ, കൊതിയോട് ഞാൻ വരുന്നേ, എൻ്റെ സങ്കടമങ്ങ് തീർക്കണേ. ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തി ഈ പാപ്പച്ചായൻ പാടിയ പാട്ട്. അതിനുശേഷം മക്കളോട് പറഞ്ഞു, അന്യൻ്റെ മുതൽ നമ്മുടെ കരങ്ങളിൽ വരരുത്. നമുക്ക് ചെറുതെങ്കിലും ഇല്ലായ്മയെങ്കിലും നമുക്കുള്ളത് മാത്രമേ പണമായോ വിഭവങ്ങളായോ നമ്മുടെ അക്കൗണ്ടിലോ നമ്മുടെ പോക്കറ്റിലോ വരാവൂ. വർഗീസ് പാപ്പച്ചൻ പറയുകയാണ്, വിഭവങ്ങളില്ലായിരുന്നു, വിദ്യാഭ്യാസം വലുതൊന്നുമില്ലായിരുന്നു. എൻ്റെ മൂലധനം എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയായിരുന്നു. തിരുമേനി, എൻ്റെ മൂലധനം എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയായിരുന്നു. എന്തുണ്ട് വീട്ടിൽ? 40 വർഷങ്ങൾക്ക് മുൻപ്, 50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ എന്തുണ്ട് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന വിശിഷ്ട വിഭവങ്ങൾ ഒന്നുമില്ലാത്ത വീടുകളായിരുന്നു മാർത്തോമാ കുടുംബങ്ങൾ. ഒരുപക്ഷെ അവകാശപ്പെടുവാൻ, മൂലധനമെന്ന് ഉയർത്തിക്കാട്ടുവാൻ പ്രാർത്ഥിക്കുന്ന കുടുംബം എന്നല്ലാതെ എന്താണ് പ്രിയരെ നമുക്കുണ്ടായിരുന്നത്? ദൈവകൃപയുടെ ധാരാളതയായിരുന്നു കുടുംബങ്ങളെ സമ്പന്നമാക്കിയതായിട്ടുള്ള സംഗതി. ഉറ്റവരും ഉടയവരും ഒക്കെ മാറിപ്പോയ അവസരത്തിൽ പ്രാർത്ഥനയായിരുന്നു വീടിൻ്റെ വിഭവം. കഴിഞ്ഞകാല അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി പറയുവാൻ സാധിക്കും, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടങ്ങിയ അപ്പനായിരുന്നു എൻ്റെ വീടിൻ്റെ വിഭവം. ഇന്ന് തിരിഞ്ഞു നോക്കുന്ന അവസരത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ച അമ്മയായിരുന്നു എൻ്റെ വിഭവം. എന്തുണ്ട് നിന്റെ വീട്ടിൽ? ഇന്ന് ഹൈ റൈസ് ബിൽഡിംഗ് ഉണ്ടായിരിക്കും, നീളം കൂടിയ കാറുകൾ ഉണ്ടായിരിക്കും, ഓട്ടോമാറ്റിക് ഗേറ്റുകളും
മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ദൈവകൃപ നിന്റെ വീടിൻ്റെ വിഭവമായി തീരണം. പ്രാർത്ഥന നിന്റെ വീടിൻ്റെ വിഭവമായി തീരണം. അല്പത്തിൽ നിന്ന് വിസ്മയം വിരിയിക്കുവാൻ ഈ ദൈവം തമ്പുരാന് സാധിക്കുമെന്നുള്ളതിന് സംശയമില്ലാത്തതായിട്ടുള്ള സംഗതിയാണ്. 2, അനുസരണത്തിലൂടെ അതിശയം, ഒബീഡിയൻസ്. ഇന്ന് പ്രശ്നങ്ങളാൽ മുഖരിതമായ ഒരു ലോകത്ത് നാം ജീവിക്കുന്ന അവസരത്തിൽ ഈ വേദഭാഗം നമ്മുടെ മുമ്പിൽ വെക്കുന്നു. അനുസരണത്തിലൂടെയാണ് അതിശയം. 3-ാം വാക്യത്തിൽ പ്രവാചകൻ ഈ വനിതയോട് ആവശ്യപ്പെടുന്നു, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പ്രവാചകൻ ചില നിർദ്ദേശങ്ങളാണ് അങ്ങോട്ട് വെക്കുന്നത്. നിന്റെ ഈ പ്രതിസന്ധിയിൽ യു ഹാവ് എ റോൾ. നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, നീ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദൈവിക ഇടപെടൽ യാഥാർത്ഥ്യമാക്കുവാൻ നിന്റെ സഹകരണം ആവശ്യമാണ്, നിന്റെ പ്രവർത്തികൾ ആവശ്യമാണ്. ഇന്ന് വല്ലാതെ നമ്മെ മൂടുന്നതായിട്ടുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇന്ന് ഈ കൺവെൻഷൻ പന്തലിൽ തിരിച്ചറിയുവാൻ സാധിക്കണം, ഐ ഹാവ് എ റോൾ. എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇവിടെ പറയുന്നു, നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അയൽക്കാരുടെ അടുക്കിലേക്ക് ചെല്ലണം. കം ഔട്ട്. നിന്റെ ആവശ്യത്തിൽ നിന്റെ പ്രവൃത്തി, നിന്റെ ഇടപെടൽ, നിന്റെ അധ്വാനം, നിന്റെ അനുസരണം ദൈവം ആഗ്രഹിക്കുകയാണ്. വേണമെങ്കിൽ ചോദിക്കാം, പ്രവാചകന് പ്രാർത്ഥിച്ച് എണ്ണ ഇങ്ങനെ ഇറക്കാമായിരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നൂലെ കെട്ടി തമ്പുരാൻ തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കാറുണ്ട്. ദൈവത്തിനത് സാധിക്കും, യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ വേദഭാഗത്തിലൂടെ ദൈവം ആവശ്യപ്പെടുന്നത് നിന്റെ രചനാത്മകമായിട്ടുള്ള സഹകരണമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ തന്നെയുണ്ട്. ഇതിന് ശേഷം വരുന്ന 2 അധ്യായങ്ങൾ, ഒരധ്യായം കൂടി കഴിയുമ്പോൾ നയമാന്റെ സൗഖ്യദായക ശുശ്രൂഷയെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. എലീശായുടെ അടുക്കൽ വരുന്ന അവസരത്തിൽ എലീശ പറയുന്നു, നീ 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങണം. ഈ നയമാൻ പറയുന്ന മറുപടി അല്പം വ്യത്യസ്തതയുള്ള മറുപടിയാണ്. സൗഖ്യം പ്രതീക്ഷിച്ച് വന്ന നയമാനോട് പ്രവാചകൻ പറയുന്നതായിട്ടുള്ള പ്രതിവിധിക്ക് മുൻപിൽ ഈ നയമാൻ പറയുകയാണ്, ദമേശേക്കിലെ നദികളായ അബാനയും പർപ്പരുമുള്ളപ്പോൾ എന്തിനാണ് ഈ ഇസ്രായേലിൻ്റെ അത്ര പഥ്യമല്ലാത്ത വെള്ളത്തിൽ ഞാൻ മുങ്ങുന്നത്? എപ്പോഴാണ് നയമാന് സൗഖ്യം ലഭിക്കുന്നത്? പ്രവാചകന്റെ വാക്കുകൾക്ക് വില കൊടുക്കുമ്പോൾ, പ്രവാചകനെ അനുസരിക്കുമ്പോൾ, പ്രവാചകൻ നൽകുന്നത് പ്രവർത്തിപ്പാൻ സന്നദ്ധമാകുന്ന അവസരത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ്റെ ശരീരം, അവൻ്റെ ത്വക്ക് ചെറിയ ഒരു ബാലൻ്റെ ദേഹം പോലെ, ത്വക്ക് പോലെ പരിണമിക്കുകയാണ്. സൗഖ്യം തേടി കർത്താവിൻ്റെ അടുക്കൽ വരുന്ന അവസരത്തിൽ തുപ്പൽ കൊണ്ട് ചേറ് കുഴച്ച് കണ്ണിന്മേൽ പൂശിയതിന് ശേഷം കർത്താവ് പറയുന്നു, ഇനി യു ഹാവ് എ റോൾ. നിന്റെ കണ്ണിന് കാഴ്ച ലഭിപ്പാൻ ഇപ്പോൾ നീ പുരട്ടിയിരിക്കുന്ന ഈ ലേപനവുമായി ശീലോഹോം കുളത്തിൽ പോയി കഴുകുവാനായിട്ട് ആവശ്യപ്പെടുന്നു. തീരുന്നില്ല പ്രിയരെ, 10 കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന അവസരത്തിൽ അവരുടെ ശരീരത്ത് കൈ ഓടിച്ച് സൗഖ്യം നൽകുകയല്ല കർത്താവ് ചെയ്തത്. അവരോട് പറയുന്നു, യു ഗോ ബാക്ക്. നിങ്ങൾ മടങ്ങി പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങളെ തന്നെ കാണിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. കേട്ട മാത്രയിൽ അവരതിനെ അനുസരിക്കുകയാണ്. വഴിയിൽ തന്നെ അവർ സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അനുസരണം നമ്മിൽ വെളിപ്പെടുമ്പോൾ അതിശയം ഒരു യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. ഇറ്റ് മേ നോട്ട് ബി കംഫർട്ടബിൾ. അത്ര സുഖകരമല്ലായിരിക്കും. ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത്, ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായിട്ടുള്ള സംഗതി തന്നെയാണ്. വേദനകൾ, നഷ്ടം, തെറ്റായ ധാരണകൾ, കാലതാമസം, ഇതൊക്കെ ഞാൻ നിങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കും.
ദൈവത്തെ അനുസരിപ്പാൻ സാധിക്കണം. ഒബീഡിയൻസ്, ആ വാക്ക് ഞാൻ ഇങ്ങനെയൊന്ന് നിർവചിച്ചു കൊള്ളട്ടെ. ടു അലൈൻ വിത്ത് ഗോഡ്സ് പേർപ്പസ്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് നമ്മെ തന്നെ അലൈൻ ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ അപ്പോഴാണ് ജീവിതം വിസ്മയമായിട്ട് മാറുവാനായിട്ട് സാധിക്കുന്നത്. അബ്രഹാമിൻ്റെ ജീവിതം, മറിയയുടെ ജീവിതമൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. വിശദീകരിപ്പാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോവുകയാണ്. എപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നത്? അതിശയ വഴികളിൽ മൂന്നാമത്തത് ഒരുമയിലൂടെ അതിശയം. അല്പത്തിൽ അതിശയം, അനുസരണത്തിൽ അതിശയം. 3 ഇവിടെ ഒരുമയിലൂടെ അതിശയം. എണ്ണയുടെ വർധനവ് ഈ വിധവയ്ക്ക് വ്യക്തിപരമാണെന്നാൽ എണ്ണയുടെ വർധനവ് ഇവളുടെ ഗാർഹിക ആവശ്യമാണ്. എന്നാൽ ഒരു സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഇതിന് പിന്നിൽ ലഭിക്കുന്നുണ്ട്. പ്രവാചകൻ ആവശ്യപ്പെടുന്നത്, നീ അയൽപക്കത്തേക്ക് പോയി നിനക്ക് സാധിക്കുന്നത്ര വെറും പാത്രങ്ങളെ ശേഖരിപ്പാനായിട്ട് സാധിക്കണം. വെറും പാത്രങ്ങളെ നൽകുന്ന, തനിക്കുള്ള വിഭവങ്ങളെ പങ്കുവെക്കുന്നതായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ, ഒരു കൂട്ടായ്മയുടെ, ഒരു കൂട്ടുത്തരവാദിത്വം ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മിറക്കിൾ ഈസ് പേഴ്സണൽ, ബട്ട് ദ പ്രോസസ് ഈസ് കമ്മ്യൂണൽ. മാറ്റം സമൂഹത്തിൽ സാധ്യമാകുവാൻ, കുടുംബങ്ങളിൽ സാധ്യമാകുവാൻ, വ്യക്തി ജീവിതങ്ങളിൽ സാധ്യമാകുവാൻ കൃപയുടെ പകർച്ച ഒരു കൂട്ടായ്മ അനുഭവമായിട്ട് മാറേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. ഇന്ന് പലപ്പോഴും പ്രശ്നം എൻ്റേതല്ലാത്തത് കൊണ്ട്, പ്രശ്നം എൻ്റെ വീടിൻ്റേതല്ലാത്തത് കൊണ്ട് പലപ്പോഴും ഇതിനോട് വിമുഖത കാട്ടുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പക്ഷപാതക്കാരന് സൗഖ്യം ലഭിക്കുന്നത് കഫർന്നഹൂമിലെ ഭവനത്തിൽ തിങ്ങി നിറഞ്ഞ പരിസരങ്ങളിൽ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് പക്ഷപാതക്കാരനെ ചുമന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കുന്ന 4 ആളുകളുടെ പങ്കാളിത്തത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിശ്വാസത്തോടു കൂടിയ 4 ആളുകളുടെ പ്രവൃത്തിയിലാണ് പക്ഷപാതക്കാരന് സൗഖ്യം ലഭിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അവരുടെ വിശ്വാസം കണ്ട് സൗഖ്യം നൽകുന്നതായിട്ടുള്ള യേശുവിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 5000 പോഷിപ്പിക്കുന്ന അവസരത്തിൽ, കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കുന്ന അവസരത്തിലെല്ലാം ഇതിൻ്റെ പിന്നിൽ ചുമല് കൊടുക്കുന്ന, അനുസരിക്കുന്ന, പ്രവൃത്തിയെ ചെയ്യുന്നതായിട്ടുള്ള ഒരു പറ്റം ആളുകളെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയരെ, അതിശയത്തിൻ്റെ ഉറവിടം ക്രിസ്തുവാണ്. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള സമർപ്പണവും കൂട്ടായ്മയുടെ പങ്കാളിത്തവും അത് നൽകുവാനായിട്ട് സാധിക്കുമ്പോഴാണ് മാറ്റവും നമ്മുടെ കണ്ണുകൾക്കത് വിസ്മയവും സാധ്യമായിട്ട് തീരുന്നത്. ഏകദേശം 130 ഇടവകളുടെ കൂട്ടായ്മയാണ് മാർത്തോമാ സഭയുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനം. എന്താണ് ഇടവക? എന്താണ് കൂട്ടായ്മയിലൂടെ അർത്ഥമാക്കി തീർക്കുന്നത്? പ്രാർത്ഥനയോടുള്ള പങ്കാളിത്തമാണ് കൂട്ടായ്മയെ ശക്തീകരിക്കുന്നതും ഇടവകയെ ബലപ്പെടുത്തുന്നതുമായിട്ടുള്ള സംഗതി. അമ്പലപ്പുഴയ്ക്ക് അടുത്തുള്ളതായ കഞ്ഞിപ്പാടം എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവിടെയുള്ള ഒരു പങ്കജാക്ഷക്കുറിപ്പുണ്ട്. ഈ പങ്കജാക്ഷക്കുറിപ്പിൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമാകുന്ന അയൽക്കൂട്ടങ്ങളും കൂട്ടായ്മ സംഘങ്ങളെക്കുറിച്ചൊക്കെ വായിച്ചറിയുവാൻ സാധ്യമായിട്ടുണ്ട്. ഒരിക്കൽ അവിടെ പോയി നേരിട്ടത് കാണുവാനും മനസ്സിലാക്കുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയാണ്. അത്യധ്വാനം ചെയ്താണ് ജനങ്ങൾ കഴിയുന്നത്. എന്നാൽ ഒരുവനെ പ്രോത്സാഹിപ്പിക്കുന്ന, സഹായം നൽകുന്ന, പാരസ്പരികത ഉറപ്പാക്കുന്ന കൂട്ടായ്മ ബന്ധം അവരിൽ കാണുവാനായിട്ട് സാധിക്കും. അവർക്കിടയിൽ ഒരു ശ്ലോകം ഇപ്രകാരമുണ്ട്: ഉണ്ടല്ലോ കൊണ്ടുപോകാം. ഉണ്ടല്ലോ കൊണ്ടുപോകാമെന്നുള്ളതാണ് കഞ്ഞിപ്പാടത്തെ പങ്കജാക്ഷക്കുറിപ്പിൻ്റെ നേതൃത്വത്തിലുള്ള അയൽക്കൂട്ട സംഘടനകളുടെ സ്ലോഗൻ. എന്തൊക്കെ ആവശ്യത്തിലിരിക്കുന്നുവോ അവരോടെല്ലാം ആ കൂട്ടായ്മ പറയുകയാണ്, അയൽപക്കം പറയുകയാണ്, ഉണ്ടല്ലോ കൊണ്ടുപോകാം.
വിത്ത് വേണമെങ്കിൽ ഉണ്ടല്ലോ കൊണ്ടുപോകാം, പണിസാധനങ്ങൾ വേണമെങ്കിൽ ഉണ്ടല്ലോ കൊണ്ടുപോകാം. അപരൻ്റെ സമൃദ്ധിയും വിളവിൻ്റെ ഒരു വലിയ വർധനവും അതുറപ്പാക്കുവാനായി അവർ രൂപീകരിച്ച ശ്ലോകമാണ് ഉണ്ടല്ലോ കൊണ്ടുപോകാം. എങ്ങനെയുണ്ട് നമ്മളുടെ ഇടവകകൾ? എങ്ങനെയുണ്ട് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങൾ? അപരൻ്റെ ആവശ്യത്തിന് മുൻപിൽ, പ്രതിസന്ധിക്ക് മുമ്പിൽ ഉള്ളു തുറന്ന് പറയുവാനായിട്ട് സാധിക്കണം, ഉണ്ടല്ലോ കൊണ്ടുപോകാം. ആദ്യ ഭാഗം വളരെ കൃത്യമായി, ഇന്നുണ്ട്, എല്ലാവരുടെയും കരങ്ങളിൽ സമൃദ്ധിയായിട്ടുണ്ട്. ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് നമുക്ക് പറയാം. കൊണ്ടുപോകാം എന്ന് പറയാനുള്ള മനസ്സാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന സംഗതി. ആവശ്യത്തിലിരിക്കുന്നവനോട് ചേർന്ന് നിൽക്കാൻ, ആലംബഹീനരെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ വിഭവങ്ങൾ, നമ്മുടെ സമൃദ്ധികൾ പങ്കിടുവാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. 4, ഒരുക്കത്തിലൂടെ വിസ്മയം. ഒരുക്കത്തിലൂടെയാണ് വിസ്മയം. മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് വെറും പാത്രങ്ങൾ ശേഖരിക്കാം. അതിനോട് ചേർത്ത് പറയുന്നു പാത്രങ്ങൾ കുറവായിരിക്കരുത്. എംപ്റ്റി വെസൽസ്, നിറകുടങ്ങളല്ല ആവശ്യപ്പെടുന്നത്, ശൂന്യമായത് മതി. എംപ്റ്റി വെസൽസ് റെപ്രസെന്റ് അൺടാപ്ഡ് റിസോഴ്സസ്. ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത സാധ്യതകളെ സൂചിപ്പിക്കുന്നതാണ് ഈ വെറും പാത്രങ്ങൾ. ശൂന്യതയെ സൂചിപ്പിക്കുന്നതല്ല, സാധ്യത തന്നെയാണ്. ശൂന്യത ഒരു പോരായ്മയായിട്ട് കരുതേണ്ടതില്ല. തമ്പുരാന്റെ കരങ്ങളിൽ നിന്റെ ശൂന്യതയും ഒരു സാധ്യതയാണ്. ഹി ക്യാൻ ഫിൽ, ഹി ക്യാൻ മൾട്ടിപ്ലൈ. സഭയെ സംബന്ധിച്ച് ശൂന്യതയിൽ നിന്ന് ഉയർകൊണ്ട പാരമ്പര്യം മാർത്തോമാ സഭയ്ക്കുണ്ട്. അഭിവന്യ ബർണബാസ് തിരുമേനിയുടെ നിങ്ങൾക്ക് ശുഭം വർദ്ധിക്കട്ടെ എന്നുള്ള പുസ്തകത്തിൽ ഇല്ലായ്മയിൽ നിന്നുള്ള തുടക്കം വിസ്മയകരമായതിനെ സംബന്ധിച്ച് തിരുമേനിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: റോയൽ കോടതി വിധിയിലൂടെ എല്ലാം നഷ്ടപ്പെട്ട സഭ, വിരലിലെണ്ണാവുന്ന പള്ളികൾ, 100-ൽ താഴെ മാത്രം വൈദികർ, ഒരു മേൽപ്പട്ടക്കാരൻ പോലുമില്ലാതെ തകർന്ന് തരിപ്പണമായ ഒരു സഭയായിരുന്നു ഈ സഭ. തിരുമേനി വീണ്ടും എഴുതുന്നു, മുളങ്കൂടുകളിൽ നിന്ന് നല്ല ദേവാലയങ്ങൾ, ലോകമെങ്ങും ചിതറിപ്പാർക്കുന്നതായിട്ടുള്ള വിശ്വാസ സമൂഹം, ഇന്ന് നമ്മെ നയിപ്പാൻ അനുഗ്രഹീതരായ 12 മേൽപ്പട്ടക്കാർ, 1300 പട്ടക്കാർ, 1313 പള്ളികൾ, 14 ഭദ്രാസനങ്ങൾ, ലക്ഷക്കണക്കിന് വിശ്വാസികൾ. ഞാൻ ഈ പറഞ്ഞതിനകത്തിൽ ഏതെങ്കിലും 1313 12 ആയെങ്കിൽ അതിൻ്റെ അറ്റത്ത് പിടിക്കാനായിട്ട് നിൽക്കല്ലേ ദയവ് ചെയ്ത്. ഞാൻ ആ കണക്കിനെ കുറിച്ചല്ല പറഞ്ഞു, എന്നാൽ എത്രമാത്രം വളരുവാൻ ദൈവം സഹായിച്ചു. ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ വളർത്തുവാൻ, നമ്മെ കരുത്തുള്ളവരാക്കുവാൻ ഇടയായിട്ട് തീരണം. ഇവിടെ പറയുന്ന ഒരു നിർദ്ദേശം വളരെ ശ്രദ്ധേയമാണ്: പാത്രങ്ങൾ കുറവായിരിക്കരുത്. അതുകൊണ്ട് വിധവ പരമാവധി ശേഖരിച്ചു, അവയിലെല്ലാം എണ്ണ നിറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അവസാനം ഒരു ചോദ്യമുണ്ട്: ഇനി പാത്രങ്ങളുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ ഇനിയില്ല എന്നുള്ള മറുപടി വരുമ്പോഴാണ് എണ്ണയുടെ ഒഴുക്ക് നിലയ്ക്കുന്നത്. പരമാവധി ശേഖരിച്ചു, പരമാവധി എണ്ണ നിറച്ചു. ഞാൻ ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ ഈ വനിത 2 പാത്രവും കൊണ്ട് വന്നിരുന്നെങ്കിൽ എണ്ണയും 2 പാത്രത്തിൽ നിൽക്കുമായിരുന്നു. പ്രകാരം ഇതിനെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Faith sets the size of the miracle. വിസ്മയത്തിൻ്റെ വലിപ്പവും വ്യാപ്തിയും നിശ്ചയിക്കുന്നത് നിന്റെ വിശ്വാസവും നിന്റെ ഒരുക്കവുമാണ്. വിശ്വാസത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു ഒരുക്കമാണ്
വിസ്മയത്തിൻ്റെ വ്യാപ്തിയുടെ അടിസ്ഥാനം. അനുഗ്രഹത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നതിൽ വിശ്വാസത്തിനും അതിനാനുപാതികമായിട്ടുള്ള ഒരുക്കത്തിനും വലിയ ഒരു പങ്കുണ്ട്. The limit is not from the heaven side, but on your side. പരമാവധി ശേഖരിക്കാൻ പറഞ്ഞ അവസരത്തിൽ ഒരുക്കത്തോടുകൂടി പരമാവധി ശേഖരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. വിശ്വാസം വെളിപ്പെടുന്നത് എണ്ണ പകരുമ്പോഴല്ല, പാത്രം ശേഖരിക്കുമ്പോഴാണ്. നോട്ട് ഇൻ പോറിങ് ബട്ട് ഇൻ പ്രിപ്പയറിങ്. പകരുന്ന അവസരത്തിലല്ല, മറിച്ച് ശേഖരിക്കുന്നതിലുള്ള ഒരുക്കത്തിൽ ഈ വിസ്മയത്തിൻ്റെ വ്യാപ്തിയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നു. ഒട്ടനവധി ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും. മഴ പെയ്തിട്ടല്ല നോഹ പെട്ടകം പണിയുവാൻ ആരംഭിച്ചത്. ആദ്യം വിശ്വസിച്ചു, അനുസരിച്ചു, പെട്ടകം പണിതു. പിന്നീടാണ് മഴയും രക്ഷയും അനുഭവവേദ്യമാകുന്നത്. ലാസറിൻ്റെ കല്ലറയുടെ ഗുഹാമുഖത്തുള്ള കല്ല് ഉരുട്ടി മാറ്റുന്നത് ഉയർപ്പിന് മുമ്പാണ്. കല്ലുരുട്ടിയതിന് ശേഷമാണ് ഉയർപ്പിനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. 10 കന്യകമാർ ഒരുങ്ങിയവർ മാത്രമാണ് മണവാളനോടൊപ്പം മണിയറയിൽ പ്രവേശിപ്പാൻ കാരണമായിട്ട് തീരുന്നത്. പ്രിയരെ, 2026 ഭദ്രാസന കൺവെൻഷൻ ഒരു അനുഗ്രഹമാകണമെങ്കിൽ ആനുപാതികമായിട്ടുള്ള ഒരുക്കം നമ്മിൽ ആവശ്യമാണ്. പ്രസംഗിക്കുന്നവൻ ഒരുങ്ങണം, കേൾക്കുന്നവർ ഒരുങ്ങണം, നടത്തിപ്പുകാർ ഒരു പടി കൂടി ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഇന്ന് സഭയ്ക്ക് ഒരുക്കമുണ്ടോ? ഇടവകകൾക്ക് ഒരുക്കമുണ്ടോ? കുടുംബങ്ങൾക്കും വ്യക്തി ജീവിതങ്ങൾക്കും ഒരുക്കം ആവശ്യമാണ്. തലമുറകൾക്ക് ഈ ഒരു ഒരുക്കം ആവശ്യമാണ്. അനുഗ്രഹത്തിൽ വളരുന്നതിന്, നിലനിൽക്കുന്നതിന്, ശിക്ഷണത്തിൽ, വചനത്തിൽ, പ്രാർത്ഥനയിൽ, സേവനത്തിൽ ഒരൊരുക്കം ആവശ്യമാണ്. അതിലേക്കാണ് അടുത്ത ചിന്ത നയിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയരെ, അതിശയ വഴികളിൽ 5ാമത്തെ പാഠം, അരുമകളിലൂടെ അതിശയം. ഇവിടെ മക്കൾക്ക് ഒരു സ്ഥാനം ഈ വിധവ നൽകുന്നുണ്ട്. 5ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൾ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിൽ അടച്ചു. അതിനുശേഷം അവർ, ആരാണ്? മക്കൾ, അവളുടെ അടുത്ത് പാത്രങ്ങൾ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. ഈ ഭവനത്തിൻ്റെ പ്രതിസന്ധിയിൽ, വിധവയുടെ ഈ വ്യഥയിൽ, ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ തലമുറകളുടെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കുകയാണ്. സന്തതി വളരുമ്പോൾ വീടിൻ്റെ സങ്കടമറിഞ്ഞാണ് ഇവിടെ വളരുന്നത്. സങ്കടമറിയുക മാത്രമല്ല, പരിഹാരത്തിൽ തലമുറയെ പങ്കുചേർക്കുകയാണ്. അങ്ങനെ സങ്കടമറിഞ്ഞും പരിഹാരത്തിൽ പങ്കുചേർന്നും വളരുന്ന സന്തതിയാണ് ഈ ഭവനത്തിൽ ദൈവകൃപയുടെ ഒഴുക്ക്, ദൈവകൃപയുടെ വ്യാപാരം തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയരെ, ഇത് വലിയ ഒരു ദർശനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇന്ന് പലപ്പോഴും മക്കളെ പ്രതിസന്ധി അറിയിക്കാതെ വളർത്തുന്നതാണ് അമ്മയപ്പന്മാർ അനുഗ്രഹകരമായിട്ട് കരുതുന്നത്. വീടിൻ്റെ പ്രതിസന്ധികൾ, ഒരുപക്ഷെ സാമ്പത്തികം, ആരോഗ്യം, ജോലിക്കാര്യം, ഉത്തരവാദിത്വം, ചില ഇല്ലായ്മകൾ, വീട്ടിൻ്റെ പ്രതിസന്ധികൾ അറിയാതെ മക്കളെ വളർത്തുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മക്കളെ കരുതി മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് അവരെ പൊതിഞ്ഞു വളർത്തുന്നതായിട്ടുള്ള അപ്പനും അമ്മയും ഒരു കുറവും ഒരു പ്രയാസവും തലമുറ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ആധുനിക അപ്പനമ്മമാർക്ക് വിധവ നൽകുന്ന പാഠം വ്യത്യസ്തതയുടെ പാഠമാണ്. പ്രതിസന്ധിയിൽ തലമുറകളെ ചേർത്ത് നിർത്തി വീടിൻ്റെ പ്രയാസം മനസ്സിലാക്കി അധ്വാനത്തിൽ പങ്കുചേർന്ന് അനുസരണയുടെ ഭാഗമാക്കിയ അവസരത്തിൽ ദൈവകൃപയുടെ വ്യാപാരം അവർ തിരിച്ചറിയുവാനായിട്ട് അത് കാരണമാകുകയാണ്. പ്രിയരെ, പ്രതിസന്ധി അനുഭവിക്കുന്നത് വിധവ മാത്രമല്ല, മക്കളാണ്. ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്, കടക്കാരൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോകുമെന്നുള്ള ഭീഷണിയാണ് ഭാരമായിട്ട് പ്രവാചകന്റെ അടുക്കൽ വന്ന് പറയുന്നത്. ഈ അടിമത്വ ഭീഷണി മക്കൾക്കായിരുന്നെങ്കിൽ പരിഹാരത്തിന് പദ്ധതി രൂപപ്പെടുത്തുന്നതിലും
അവർക്കൊരു പങ്ക് നൽകുവാൻ ഈ അമ്മയ്ക്ക് സാധ്യമായിട്ട് തീരുന്നുണ്ട്. ഞാൻ പറയുവാൻ ആഗ്രഹിച്ച സംഗതി, തലമുറകളുടെ വൈകാരിക വളർച്ചയ്ക്ക് പ്രതിസന്ധികളിൽ അവർക്ക് പങ്കാളിത്തം നൽകുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഇന്ന് ഈ പൊതിഞ്ഞ് വളർത്തുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ പ്രതിരോധിക്കാൻ അറിയാത്ത, പ്രതിസന്ധികളിൽ ചെറുത്ത് നിൽക്കുവാൻ കഴിയാത്ത, കഷ്ടം സഹിപ്പാൻ വിമുഖതയുള്ള, ക്ഷമയില്ലാത്ത, ആത്മീക അടിത്തറയില്ലാത്ത ഒരു തലമുറയെ രൂപപ്പെടുത്തുന്നതായിട്ടുള്ള മാതാപിതാക്കളെയാണ് ഇന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് അവരെ സംബന്ധിച്ച് അഭിമാനിക്കാം. ഹൈലി എഡ്യൂക്കേറ്റഡ് ബട്ട് ദേ ആർ ഇമോഷണലി വീക്ക്. ഉന്നത വിദ്യാഭ്യാസമുണ്ട്, സാങ്കേതിക പരിജ്ഞാനമുണ്ട്, എന്നാൽ ജീവിതത്തിൻ്റെ സമ്മർദ്ദത്തിൽ പരാജയപ്പെട്ടു പോകുന്ന തലമുറകൾ. 32കാരനായിട്ടുള്ള ഒരു ഡോക്ടർ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അറിയാതെ കിടപ്പുമുറിയുടെ ഭിത്തിയിൽ തോറ്റുപോയി എന്നെഴുതി ആത്മഹത്യ ചെയ്ത വാർത്ത വായിച്ചിട്ടുണ്ട്. വിധവ മക്കളെ വളർത്തിയത് സ്ട്രഗിൾസിലാണ്, നോട്ട് ഇൻ സക്സസ്. എപ്പോഴും പ്രിയരെ, ജീവിതം സക്സസ് ആയിരിക്കണമെന്നില്ല. പ്രതിസന്ധികൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അറിഞ്ഞും അറിയിച്ചും തലമുറകളെ വളർത്തുവാൻ, രൂപപ്പെടുത്തുവാൻ, ആത്മീയതയിൽ ആഴപ്പെടുത്തുവാൻ സാധിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, നല്ല അകക്കാമ്പുള്ള തടി എന്ന് പറയുന്നത് താഴ്വാരങ്ങളിൽ സുരക്ഷിത മേഖലയിൽ വളരുന്ന മരങ്ങളിലല്ല, മറിച്ച് മലമുകളിലെ വൃക്ഷങ്ങളിലാണ് അകക്കാമ്പുള്ള തടി രൂപപ്പെടുന്നത്. കാറ്റും മഴയും ശക്തമായി ആഞ്ഞടിക്കുന്ന അവസരത്തിൽ അതിനെ പ്രതിരോധിച്ച് അകക്കാമ്പ് ശക്തമായിട്ട് മാറ്റുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അറിഞ്ഞും അറിയിച്ചും തലമുറകളെ വളർത്തുവാനായിട്ട് ഇടയായിട്ട് തീരണം. വീടിൻ്റെ ഇല്ലായ്മ അറിയണം, അധ്വാനത്തിൽ പങ്കുചേരണം, ദൈവകൃപയുടെ കവിഞ്ഞൊഴുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായിട്ട് തീരണം. അടുത്ത സമയത്ത് വായിച്ചതായിട്ടുള്ളൊരു വാർത്ത ഇപ്രകാരമുണ്ട്. വാറൻ ബഫറ്റിനെ കുറിച്ചാണ്. ശതകോടീശ്വരൻ 11ാം വയസ്സിൽ ഓഹരികൾ വാങ്ങി 60 വർഷം കൊണ്ട് $15,000 കോടി മൂലധനം, ആസ്തി വർദ്ധിപ്പിച്ചതായിട്ടുള്ള വളരെ സമ്പന്നനായിട്ടുള്ള മനുഷ്യൻ. ബ്രക്ഷർ ഹാത്വേ എന്ന് പറയുന്ന കമ്പനിയുടെ ചെയർമാനായിട്ട് 2025 ഡിസംബർ 31 വരെ ഉത്തരവാദിത്വത്തിൽ തുടർന്നതായിട്ടുള്ള മനുഷ്യൻ ആ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി. 99% ഓഹരികളും നന്മ പ്രവർത്തികൾക്ക് വേണ്ടി സംഭാവന നൽകുവാൻ അദ്ദേഹം മാറ്റിവെച്ചിരിക്കുകയാണ്. പത്രക്കാർ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, ആട്ടെ മക്കൾക്ക് ഒന്നുമില്ലേ, ഒന്നും കൊടുക്കുന്നില്ലേ? ഇദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: പിതാവിന് $15,000 കോടി മൂലധനമുണ്ടെങ്കിൽ അതിലൊരംശം പോരെ മക്കൾക്ക് എന്ന് ചോദിച്ചു. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു, മക്കൾക്ക് എന്തും ചെയ്യുവാനുള്ള പണമുണ്ട്. അടുത്ത വാചകം ശ്രദ്ധയോടെ കേൾക്കണം അമ്മയപ്പന്മാർ. പക്ഷേ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാനുള്ള ഒരു പണവും ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടില്ല. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നതായിട്ടുള്ള ലോകത്ത് തലമുറകളുടെ പരിചരണം എപ്രകാരമുണ്ടെന്നുള്ളത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ്. ഈ വിധവയെ സംബന്ധിച്ച് അവളുടെ പ്രതിസന്ധി അറിഞ്ഞും പരിഹാരത്തിൽ പങ്കുചേർന്നും മക്കളെ വളർത്തുമ്പോൾ കൃപയുടെ കവിഞ്ഞൊഴുക്കിന് സാക്ഷികളായി തീരുവാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഈ വേദഭാഗം അവസാനിക്കുന്ന അവസരത്തിൽ ഇപ്രകാരം അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും: അതിജീവനത്തിൻ്റെ അതിശയ സാക്ഷ്യത്തോടെയാണ് ഈ വേദഭാഗം അവസാനിക്കുന്നത്. 7ാം വാക്യത്തിൽ വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും എണ്ണ കൊണ്ട് നിറയുമ്പോൾ 7ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവൾ ചെന്ന് ദൈവപുരുഷനോട് ഈ വസ്തുത അറിയിച്ചു. വീടിലെ വിഭവങ്ങൾ, അതിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് സാധ്യമായ അവസരത്തിൽ വിഭവ സമൃദ്ധി വീട്ടിനുള്ളിൽ ലഭ്യമായപ്പോൾ വിധവ ചെയ്യുന്നത് അതിശയത്തിൻ്റെ സാക്ഷ്യം ദൈവപുരുഷനോടും മറ്റുള്ളവരോടും പങ്കിടുന്നതായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോഴാണ് എലീശ പറയുന്നത്, നീയും നിൻ്റെ തലമുറയും ഇതിനാൽ ജീവിക്കും. യു ആൻഡ് യുവർ ജനറേഷൻ വിൽ ലിവ്. എല്ലാം അസ്തമിച്ചു എന്ന് കരുതി, ജീവൻ പോലും നഷ്ടമായി, തലമുറയുടെ ഭാവി പോലും അനിശ്ചിതത്വത്തിലായി എന്ന് കരുതിയ സാഹചര്യത്തിൽ അതിശയ വഴികളിലൂടെ
ദൈവം തൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയപ്പോൾ, വീട് വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോൾ, വിഭവങ്ങളുടെ സമൃദ്ധിയിൽ ദൈവപുരുഷൻ്റെ അടുക്കലേക്ക് വന്ന് ദൈവം ചെയ്ത നന്മകളെ സാക്ഷിപ്പാൻ ഈ വിധവയ്ക്ക് സാധിക്കുകയാണ്. പ്രിയരെ, നമ്മുടെ കുടുംബങ്ങൾ ദൈവം നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുമ്പോൾ, വിഭവങ്ങൾ കൊണ്ട് വീട് നിറയ്ക്കുമ്പോൾ, സാക്ഷ്യകൂടാരമായി നമ്മുടെ ഭവനങ്ങൾ പരിണമിപ്പാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. പ്രതിസന്ധിയിൽ നിനക്ക് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു സഭയും, ഒരുക്കപ്പെട്ടതായിട്ടുള്ള വീടും വിഭവങ്ങളും അയൽപക്കവും തലമുറയും ഉണ്ടാകുന്ന അവസരത്തിൽ സമൂഹത്തിൻ്റെ, ദേശത്തിൻ്റെ വ്യഥയിൽ ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. സുസ്ഥിര നിലനിൽപ്പ് സാധിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം. അതിനായിട്ടാണ് സഭയുടെ വിളി. അതുതന്നെയാകണം സമൂഹത്തിൻ്റെ പ്രതീക്ഷ. അല്പത്തിലൂടെ, അനുസരണത്തിലൂടെ, ഒരുമയിലൂടെ, ഒരുക്കത്തിലൂടെ, അരുമകളിലൂടെ അതിശയം സാധ്യമാക്കി വീടിൻ്റെ പ്രതിസന്ധിയെ തരണം ചെയ്ത അവസരത്തിൽ ഇതാ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവപുരുഷൻ്റെ മുൻപാകെ വന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ ഈ വനിതയ്ക്ക് സാധിക്കുകയാണ്. ഞാൻ നിങ്ങളും കൺവെൻഷനൊക്കെ ആചരിച്ച് അവസാനിപ്പിക്കുന്ന അവസരത്തിൽ മെത്രാപ്പോലീത്ത തിരുമേനി ആഹ്വാനം ചെയ്തതുപോലെ പ്രതിസന്ധികളുടെ ലോകത്ത് കണ്ണു തുറന്ന് സാഹചര്യങ്ങളെ കാണുന്നതിനും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നതിനും നല്ല ചോദ്യങ്ങളും നല്ല പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് ദേശത്ത് വിസ്മയം വിരിയിക്കുവാൻ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിന് ഈ കൺവെൻഷൻ മുഖാന്തരമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ നന്മകളും ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.